30 സെന്റിലധികം വരുന്ന വീട്ടുപരിസരത്ത് മുഴുവൻ ബൊഗെയിൻ വില്ലകളാണ്. പല നിറത്തിൽ പല തരത്തിലുള്ളവ. ചെടികൾ വാങ്ങണമെങ്കിൽ 400 രൂപ മുതലാണ് വില. വീട്ടിൽ കൊണ്ടുപോയി പരിപാലിക്കാൻ പാടുള്ളവർക്ക് കുറച്ച് ദിവസത്തേക്ക് ചെടികൾ വാടകയ്ക്കും വാങ്ങാം. എങ്ങനെയാണ് ഈ ബോഗൻവില്ല കൃഷിയിലേക്ക് വരുന്നത്? ഹസ്ബൻഡ് ഒരു കർഷകനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ പൂക്കളോടും ചെടികളോടൊക്കെ ഇഷ്ടം കൊണ്ടിങ്ങനെ ബൊഗെയിൻവില്ല മാത്രമായിട്ടൊരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ബൊഗെയിൻവില്ലകൾ പിഴുതെറിയപ്പെട്ടു. ആ സമയത്താണ് ഇങ്ങനെ അതിൻ്റെ തടികൾ കൊണ്ടുവന്ന് വേര് പിടിപ്പിക്കുക, അതിന്മേൽ 3-4 കളർ എന്തുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുക എന്ന ആശയത്തിലോട്ട് വന്നത് ആ ടൈമിനാണ്. കോവിഡിൻ്റെ ആ സമയത്താണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിതൊരു നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷം കഴിഞ്ഞു. ഈ വാടകയ്ക്കൊക്കെ കൊടുക്കുമ്പം എങ്ങനെയുണ്ട് അതിൻ്റെ റെസ്പോൺസ്? കുഴപ്പമില്ല. നമ്മളൊരിക്കലും വാടകയ്ക്ക് കൊടുക്കുക എന്ന ആശയത്തിലോട്ട് വന്നിട്ടില്ലായിരുന്നു. നമ്മളെ തേടി ആളുകൾ വരികയാണ് ചെയ്യേണ്ടായത്. ഇപ്പോൾ സ്ഥിരതാമസമല്ലാത്തവർ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോൾ ആർട്ടിഫിഷ്യൽ ചെടി ഉപേക്ഷിച്ച് എന്തുകൊണ്ട് നാച്ചുറൽ ഫ്ലവർ വെച്ചുവിടുക എന്ന ഒരു ആശയത്തിലോട്ട് വരികയും അത് നമ്മുടെ ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ലീഗൽ മെട്രോളജി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് സിജിയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്നാണ് ചെടികൾ പരിപാലിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഈ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വീടുകളിൽ നടത്തുമ്പോൾ യഥാർത്ഥ ചെടികൾ വേണം, പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയാണ് ഈ ഒരു സംഗതി ശരിക്കും ഉപകാരപ്പെടുക, അല്ലേ? കഞ്ഞിക്കുഴിയിലെ കൃഷിയെപ്പറ്റി ഇതിനോടകം തന്നെ നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. കാരണം അവിടുത്തെ ചൊരിമണൽ, ആ മണ്ണിൻ്റെ പ്രത്യേകത കൂടി തന്നെയാണ്. ഒരു വളരെ ലൂസായിട്ടുള്ള മണലാണ്, വളക്കൂറൊക്കെ കുറവുള്ള മണ്ണാണ്. അവിടെയാണ് കർഷകർ ഈ കണിവെള്ളരി മുതൽ സൂര്യകാന്തി വരെ കൃഷി ചെയ്ത് വിളയിച്ച് എടുക്കുന്നത്. അവിടെ തന്നെയാണ് ഈ ബൊഗെയിൻവില്ലയും കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഈ കാലത്ത് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നും പണം സമ്പാദിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ബൊഗെയിൻവില്ല. ആ ചേച്ചി പറഞ്ഞതുപോലെ അവർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ബൊഗെയിൻവില്ല വിട്ടിക്കളയുന്നത് അവർ കണ്ടത്. അത് കുറച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് ഇപ്പോൾ 60-ലധികം തരത്തിലുള്ള പല വ്യത്യസ്ത തരത്തിലുള്ള ചെടികളുണ്ട്. അവിടെ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ചെടികൾക്ക് അധികം വെള്ളം വേണ്ട എന്നുള്ളതാണ്. ഒരു ദിവസം 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വെള്ളം വരെ മതി ഈ ചെടികൾക്ക് നനയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് ബൊഗെയിൻവില്ല കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ നേരത്തെ രഘു പറഞ്ഞ പോലെ നല്ല രീതിയിൽ പണം സമ്പാദിക്കാനും കഴിയുമെന്നൊരു കാര്യമാണ് രഘു പറഞ്ഞത്. ശരി.